നമസ്കാരം. റാഫ് ടോക്ക് ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ സീനിയർ താരങ്ങളിൽ ഒരാളായ രവീന്ദ്ര ജഡേജയുടെ ഭാര്യ റിവാബ ജഡേജ, അവർ BJP നേതാവാണ്, ഗുജറാത്ത് മിനിസ്ട്രിയിൽ അംഗമാണ്, അവിടുത്തെ വിദ്യാഭ്യാസ മന്ത്രിയാണ്. അപ്പോൾ അവർ കഴിഞ്ഞ ദിവസം നടത്തിയിട്ടുള്ള ഒരു പ്രസ്താവന, ഒരു പ്രസംഗത്തിൽ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ ഇപ്പോൾ വിവാദമായി മാറിയിട്ടുണ്ട്. ഗുജറാത്തിലെ ദ്വാരകയിൽ വെച്ച് സംസാരിക്കുമ്പോഴാണ് അവർ ഇത്തരത്തിലുള്ളൊരു പ്രസ്താവന നടത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഇത് മലയാള മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൻ്റെ സ്ക്രീൻഷോട്ട് കാണാം. കാരണം ഇത്തരം കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ടുള്ള പ്രൂഫ് പറഞ്ഞു വേണമല്ലോ പോവാൻ. അവരുടെ പ്രസംഗത്തിൻ്റെ ഭാഗങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്, പക്ഷെ അത് ഗുജറാത്തിലാണെന്ന് തോന്നുന്നു. അത്ര കൃത്യമായിട്ട് നമുക്കങ്ങ് മനസ്സിലാകുന്നുണ്ട്. എന്നാൽ പോലും പരിപൂർണമായിട്ട് ആ ഭാഷ എന്നൊരു പ്രശ്നമുണ്ട്. લંડન, દુબઈ, ઓસ્ટ્રેલિયા એ પ્રકારના દેશોમાં ફરવાનું થતું હોય. આજ દિન સુધી ભૂપેન્દ્રસિંહ બાપુ એમણે વ્યસનને ટચ નથી કર્યું. કોઈ પણ જાતનું વ્યસન છે, બાકી ટીમમાં બધા વ્યસન કરે છે, એમને કોઈ રોકટોક નથી. ઘરમાંથી બધી ફ્રીડમ છે. 12 વર્ષે ઘરની બહાર નીકળી ગયા હતા. ધારે બધું કરી શકે, પણ એક મોરલ રિસ્પોન્સિબિલિટી તરીકે કે મારે શું કરવું છે એ જવાબદારી સમજીને જ્યારે આગળ વધવાની કેપેસિટી આવી જાય ત્યારે આપણે આ દેશને ખૂબ સરસ જે પહેલા આપણો ઇતિહાસ હતો ક્ષત્રિય સમાજનો ઇતિહાસ അങ്ങനെയാണ് അവരതിൽ പറയുന്നത്. അപ്പോൾ നമ്മളിതിൻ്റെ ഒരു ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്തത് എടുത്തുകൊണ്ടാണ് നിങ്ങളിലേക്ക് വീഡിയോയുടെ ആ ഒരു അന്തസത്ത എത്തിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കൃത്യമായിട്ട് സോഴ്സ് പറഞ്ഞ് പോകേണ്ട വിഷയമാണെന്നേ, അതുകൊണ്ടാണ് അങ്ങനെ നമ്മൾ ശ്രദ്ധിച്ചാണ് കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഏതായാലും മലയാളത്തിലൊരു പക്ഷേ നിങ്ങൾ മലയാള മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ ഇന്ത്യ ടുഡേ അവരുടെ വാക്കുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. അവർ പറയുന്നതാണ്: എൻ്റെ ഭർത്താവ്, മൈ ഹസ്ബൻഡ് ക്രിക്കറ്റർ രവീന്ദ്ര ജഡേജ ഒരുപാട് രാജ്യങ്ങളിൽ ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടിയിട്ട് ട്രാവൽ ചെയ്യുന്നുണ്ട്. ലണ്ടൻ, ദുബായ്, ഓസ്ട്രേലിയ. പക്ഷേ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ഇന്ന് വരെ അദ്ദേഹം ഒരു തരത്തിലുള്ള മോശമായിട്ടുള്ള കാര്യങ്ങളിലും ഇൻവോൾവ് ആയിട്ടില്ല, ചെയ്തിട്ടില്ല. കാരണം അദ്ദേഹത്തിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് കൃത്യമായിട്ട് അറിയാം. അതേസമയം റെസ്റ്റ് ഓഫ് ദി ടീം ഓൾ ഇൻ്റലിജൻറ്റ് വൈസസ്, ടീമിലുള്ള മറ്റുള്ളവർ ഇത്തരത്തിലുള്ള മോശം കാര്യങ്ങളിൽ ഇൻവോൾവ് ആവാറുണ്ട്. ബട്ട് ദർ ഈസ് നോ റെസ്ട്രിക്ഷൻ ഫ്രം ദെയർ ഫാമിലീസ്, അവരുടെ ഫാമിലീസിൽ നിന്ന് ഇത്തരത്തിലുള്ള ഒരു റെസ്ട്രിക്ഷൻസും ഇല്ല എന്നുകൂടി അവർ പറഞ്ഞു വെക്കുന്നുണ്ട്. ഒരു മോറൽ റെസ്പോൺസിബിലിറ്റി വെച്ചുകൊണ്ടാണ് അവരുടെ ഹസ്ബൻഡ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ഇടപെടാത്തത് എന്നാണ് റിവാബ ജഡേജ പറയുന്നത്. വൺസ് വി പ്രോഗ്രസ് ഇൻ ലൈഫ് ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ടു ബി ഗ്രൗണ്ടഡ് ആൻഡ് റിമെമ്പേർഡ് അവർ കൾച്ചറൽ റൂട്ട്സ് എന്നുകൂടി അവർ പറയുന്നുണ്ട്. ഏതായാലും ഈ വാക്കുകൾ ഇപ്പോൾ വിവാദമായി മാറിയിട്ടുണ്ട്. പ്രധാനപ്പെട്ട മാധ്യമങ്ങളൊക്കെ ഇത് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇന്ത്യ ടുഡേയുടെ തന്നെ ടൈറ്റിൽ ഇങ്ങനെയാണ്: ജഡേജാസ് വൈഫ് സേസ് ഇന്ത്യ ക്രിക്കറ്റേഴ്സ് ഇൻ്റലിജൻറ്റ് വൈസസ് ഗീവ്സ് ഹസ്ബൻഡ് ക്ലീൻ ഷിറ്റ് എന്നാണ്. പത്രത്തിൽ എല്ലാ മാധ്യമങ്ങളും എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട മാധ്യമങ്ങളിലൊക്കെ ഇപ്പോൾ നമുക്ക് ഈ ഒരു വാർത്ത കൃത്യമായിട്ട് കാണാൻ പറ്റും. ഇപ്പോൾ നോക്കുക, NDTV പറയുന്നത് എങ്ങനെയാണ്: രവീന്ദ്ര ജഡേജാസ് വൈഫ് റിവാബ ഷോക്സ് ഇൻടോക്സിക്കേഷൻ ക്ലെയിം ഇൻവോൾവിങ് ഇന്ത്യ പ്ലേയേഴ്സ് എന്നാണ് അവർ റിപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെ ഇപ്പോൾ News 18 ആണെങ്കിൽ രവീന്ദ്ര ജഡേജാസ് വൈഫ് സ്പാർക്സ് കോൺട്രവേഴ്സി, അവരുടെ ആ ഒരു പ്രയോഗം കോൺട്രവേഴ്സിയായി മാറിയിട്ടുണ്ട്. ക്ലെയിംസ് ഇന്ത്യ ക്രിക്കറ്റേഴ്സ് ഇൻ്റലിജൻറ്റ് റോങ് ആക്ടിവിറ്റീസ് വെൻ എബ്രോഡ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതായത് ഇന്ത്യൻ താരങ്ങൾ വിദേശത്ത് പോകുമ്പോൾ മോശം കാര്യങ്ങൾ ചെയ്യുന്നു എന്നവർ ആരോപിക്കുന്നു എന്നാണ്. ഏതായാലും ഇത് സ്വാഭാവികമായിട്ടും ടീമിലെ ഒരു സീനിയർ പ്ലെയറുടെ ഭാര്യ ഇത്തരത്തിൽ ആരോപണം ഉന്നയിക്കുമ്പോൾ അത് ഒരല്പം ഗുരുതരമായിട്ടുള്ള കോൺട്രവേഴ്സിയിലേക്ക് നയിക്കുമെന്ന കാര്യം ഉറപ്പാണ്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ്.